എൻ പിയേഴ്സൺ ഇവിടെ നേരത്തെ ആരോപണ വിധേയനായ ഈ പ്രയോഗം നടത്തിയെന്ന് പറയുന്ന എം സ്വരാജ് ഈ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ചിന്താ ജെറോമിൻ്റെ അങ്ങനെ ചിന്താജെറോമിൻ്റെ പേര് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ അവർ വളരെ പെട്ടെന്ന് തന്നെ ഇത് നിഷേധിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, താനും പങ്കെടുത്താണെന്ന് പറയുന്നു. വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു. പക്ഷേ ഇത് ആരെ വിശ്വസിക്കുമെന്നുള്ളതാണ്, ആര് പറഞ്ഞതാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായി തന്നെ VS അന്നത്തെ പൊതുയോഗത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രയോഗം അദ്ദേഹം വളരെ കൃത്യമായി നടത്തിയിരുന്നു. അവിടെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊരു പ്രയോഗം ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്തിന് അത് അവിടെ സംസാരിക്കണമെന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട എന്നാണ് പൊതുജനത്തിൻ്റെ ഒരു പ്രശ്നം. മറ്റൊന്ന്, ഈ രണ്ട് വെളിപ്പെടുത്തലുകൾ CPM-നെ അക്ഷരാർത്ഥത്തിൽ വല്ലാത്തൊരു പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണോ? ഒന്ന്, ഞാൻ സംസാരിച്ചു കഴിയുമ്പോൾ VS ആ സമ്മേളനത്തിൽ പറഞ്ഞ ആ വോയിസും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമേജും തീർച്ചയായിട്ടും കാണിക്കണം എന്നാണ് അത് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. കാരണം അത് വളരെ കൃത്യമാണ്. ഞാൻ ഈ രണ്ട് കാലഘട്ടത്തിലെ സമ്മേളനങ്ങളിലും 12-ലും 15-ലും അത് ഞാൻ ടെലിവിഷനിൽ ഇരുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷണം നടത്തുന്ന പാർട്ടിയുമായി വളരെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയായി. ഇക്കാര്യത്തിൽ സംശയത്തിനൊരു പ്രസക്തിയില്ല. 12-ൽ അങ്ങനെ പറഞ്ഞു, 15-ലും അങ്ങനെ പറഞ്ഞു, ശരിയാണ്. പക്ഷേ VS ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ഒരു വാചകം പേരക്കുട്ടിയുടെ പ്രായമുള്ള കുട്ടി പറഞ്ഞതുകൊണ്ടല്ല, അതൊക്കെ ഒരു ചീള് കേസല്ലേ, അത് പറഞ്ഞതുകൊണ്ടല്ല. നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴ സമ്മേളനത്തിൽ പാർട്ടിയുടെ സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ വധമായിരുന്നു. അത് മുഴുവനും ഏതാണ്ട് 1.5-2 മണിക്കൂറോളം അച്യുതാനന്ദനെ വധിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അവിടെ അവതരിപ്പിച്ചത്. അതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സങ്കടമാണ്. അതാണ് പ്രശ്നം. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 12 പറഞ്ഞാല് പിന്നെ 15 പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക വികാരം ഉണ്ടാകുന്നതിന് അത് നിങ്ങളത് മനസ്സിലാക്കാത്ത എന്താണ്? ഇവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കാത്ത എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. 12-ൽ പറഞ്ഞൊരു കാര്യം 15-ൽ ആവർത്തിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. 15-ൽ സംഭവിച്ചതെന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് സമ്പൂർണ്ണമായിട്ടും VS വധമായിരുന്നു എന്നുള്ളതായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഫലമായിട്ട് അതിന്റെ സങ്കടത്തിൽ നിന്നാണ്, അതിന്റെ പ്രതിഷേധത്തിൽ നിന്ന്, സങ്കടം എന്നതിനേക്കാൾ ഉപരി പ്രതിഷേധത്തിൽ നിന്നാണ് പാർട്ടി സമ്മേളനത്തിന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. അന്ന് ഞാൻ ഇതുവരെ ചർച്ചയ്ക്ക് ഇരിക്കുകയായിരുന്നു ടെലിവിഷൻ. അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് വളരെ ശക്തവും രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെ എന്റെ അഭിപ്രായങ്ങൾ അവിടെ പ്രകടമാക്കുകയും ചെയ്തതാണ്. ഇതിൽ സംശയത്തിന്, നിങ്ങൾ സംശയത്തിന് പുറത്ത് തന്നെ ചർച്ച ചെയ്യുന്നത് എന്താണ് പാർട്ടിക്കകത്ത് നടക്കാൻ തുടങ്ങിയത്? പാർട്ടിക്കകത്ത് നടക്കുന്ന പ്രശ്നം അല്ല, ഇത് താങ്കൾ ഈ പറഞ്ഞ വിഷയം അന്ന് സജീവമായി ചർച്ചയായിരുന്നതാണ്. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണനായാലും പിണറായി വിജയനായാലും VS-നെതിരെ സംസാരിക്കുകയും സമ്മേളനത്തിനുള്ളിൽ പറയുകയും പറ്റും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തലാണല്ലോ കുറച്ച് പുതുമയുള്ള ഒന്ന്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നു, അദ്ദേഹം നേരിട്ട അപമാനം, തൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള പെൺകുട്ടി VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് പറയുന്നു. അധിക്ഷേപം സഹിക്കാനാകാതെ VS വേദി വിട്ടു പോകുന്നു, ദുഃഖിതനായി പോകുന്നു, വേലിക്കകത്ത് വീട്ടിലേക്ക് പോകുന്നു. നേരത്തെയും നിരവധി സമ്മേളനങ്ങളിൽ ഇങ്ങനെ VS വധവും ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് പ്രയോഗങ്ങൾ കേട്ടൊരു മനുഷ്യൻ കൂടിയാണ്. ഇവിടെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വിഷമതകൾ വന്നതുകൊണ്ടായിരിക്കണമല്ലോ ഇറങ്ങിപ്പോകുന്നതിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ പറയുന്നത് വെച്ചാൽ പാർട്ടി സെക്രട്ടറി തന്നെയാണ് 1.5 മണിക്കൂർ അത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് VS-നെതിരെ ആയിരുന്നു എന്നുള്ളതാണ്. ആ വധം സഹിക്കവയ്യാണ്ടാണ് ആദ്യം ഇറങ്ങിപ്പോകുന്നത്. ഈ പെൺപിള്ള പറഞ്ഞിട്ടല്ലാതെ ഇതൊക്കെ എന്ത് ചീള് കേസ് ഇവരൊക്കെ പറഞ്ഞത് കേട്ട ആരെങ്കിലും VS-നെ പോലുള്ള ഒരാള് അതിന്റെ അടിസ്ഥാനത്തിൽ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ സമ്മേളനം നമ്മള് VS-ന്റെ എതിരെ മാത്രം നമ്മൾ കണക്കാക്കാൻ പാടില്ല. പാർട്ടി സമ്മേളനങ്ങളിൽ അതിക്ക് മുമ്പ് നടന്ന എന്താണ് പാലക്കാട് സമ്മേളനത്തില് എന്താണ് സംഭവിച്ചത്? പാർട്ടിയിലെ CIT പക്ഷം എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെ മുഴുവൻ വെട്ടി നിരത്തുകയാണ് ചെയ്യുന്നത്. അതിന് ആദ്യം തുടക്കം കുറിക്കുന്നത് പിരപ്പങ്കോട് മുരളി തന്നെയാണ്. അപ്പൊ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് യുദ്ധങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് വളരെ ശക്തനായിട്ടുള്ള വെട്ടുകാരനായിരുന്നു പിരപ്പൻകോട് മുരളി. അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കേണ്ടത്? അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് VS പക്ഷത്തിന് മാത്രമല്ല, CIT പക്ഷത്തിനെതിരെ പാർട്ടി സമ്മേളനങ്ങൾ നടന്ന ചർച്ചകളിൽ ഈ നേതാക്കൾക്കൊക്കെ എല്ലാവർക്കുമെതിരെ അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള ഒരുപാട് ചീത്തവിളികൾ നടന്നിട്ടുണ്ട്. അത് VS-ന്റെ കൂടെ നിന്നവർക്കെതിരായിട്ടുണ്ട്, VS-നെതിരെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾക്കെതിരെ MM ലോറൻസ് അടക്കമുള്ള ആളുകൾ, VB ചെറിയാൻ, അതേപോലെ KN രവീന്ദ്രനാഥ് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു. അദ്ദേഹത്തേക്ക് വെട്ടി ഒരു സ്ഥലത്ത് വല്ലാതാക്കിയത് VS ഗ്രൂപ്പുകാരെന്ന് പറയുന്ന സംഘങ്ങളാണ്. അപ്പൊ പാർട്ടിക്കകത്ത് വെട്ട് നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരുപാട് സുഭവാസങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് ചീത്തകൾ കേട്ടിട്ടുണ്ട്.
ആ ചീത്തകളൊക്കെ ഇവരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ വി എസിന് സഹിക്കാൻ പറ്റാതായത് പാർട്ടിയുടെ സെക്രട്ടറി, താൻ ഉണ്ടാക്കിയ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ പാർട്ടിയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് സമ്പൂർണ്ണമായിട്ട് വി എസിനെ വധിക്കുന്നതിനും വി എസിനെ ഉപദ്രവിക്കുന്നതിനും റിപ്പോർട്ടാക്കി മാറ്റി എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ സങ്കടത്തിന് കാര്യം, അതാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന് കാര്യം. അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് കാരണം അതാണ്. അല്ലാണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ല. അത് സ്വരാജ് ഉപയോഗിച്ചാലും ചിന്താചരണം ഉപയോഗിച്ചാലും അതിനെയൊക്കെ വളരെ ഈസി ആയിട്ട് തള്ളിക്കളയുന്ന പിള്ളേരെ എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയുള്ള മനുഷ്യനാണ് വി എസ്. ആ മനസ്ഥിതിയുള്ള മനുഷ്യന്റെ കൂടെ വർഷങ്ങൾ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇത്തരത്തിൽ മാതൃഭൂമിയിൽ ലേഖനമായി അത് എഴുതുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം സാർ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എനിക്ക് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് സുരേഷ് കുറുപ്പ്. ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് വളരെ ബഹുമാനമുള്ളതാണ്. പക്ഷെ അവിടുത്തെ ആ നിരീക്ഷണം എന്ന് പറയുന്നത് അതുണ്ടായിരുന്നു. അതിനേക്കാൾ പക്ഷേ രൂക്ഷമായിട്ട് വി എസിനെ ബാധിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട് തന്നെയാണ്. ആ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം. അത് എനിക്ക് തോന്നുന്നു സുരേഷ് കുറുപ്പ് പാർട്ടി സെക്രട്ടറിക്കെതിരെ അത്തരത്തിൽ ഒരു കാര്യം പറയേണ്ട എന്ന് കരുതിയതിന്റെ ഒരു മിതത്വം വലിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ഒരു വാക്കിലേക്ക് തിരിഞ്ഞു എന്നാണ് ഞാൻ ആ നിരീക്ഷണത്തെ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നവരാണ്. അതാണ് സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പിന്റെ ജീവിതത്തിൽ നിങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പി കെ ഹരികുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ച് ഒരു മാസക്കാലം സുരേഷ് കുറുപ്പിന് വേണ്ടി പ്രചരണം നടത്തിയ ഒരാളാണ്. ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മഹാരാഷ്ട്രയിൽ എസ്.എഫ്.ഐ.ന്റെ നേതാവായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്, ഒപ്പം നടന്ന ഒരാളാണ്. ഇക്കാര്യത്തിൽ ഒരാളും അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതാണ് കൃത്യമായിട്ട് അതിനകത്ത് നടന്നിട്ടുള്ളത്. ആ കാലത്തെ പാർട്ടി സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ അങ്ങനെയാണ്. എതിരെ നിൽക്കുന്നതായിട്ടുള്ള നേതാക്കളെ മുഴുവനും വലിയ തരത്തിൽ നശിപ്പിക്കുന്ന, വൃത്തികേട് വിളിച്ചു പറയുന്ന, അവരെ കൊള്ളരുതാക്ക് മാറ്റി തീർക്കുന്ന തരത്തിലുള്ളതായിട്ടുള്ള സമ്മേളനങ്ങളായിരുന്നു. അതിന്റെ പിന്നാമ്പുറങ്ങളിൽ മുഴുവനും അന്വേഷിച്ചാൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ തിരിച്ചു വരാം. ശ്രീ ജയരാജിലേക്ക് പറഞ്ഞു. അതിനുമുമ്പ് ഷാജഹാൻ ശ്രീ പിയേഴ്സൺ പറഞ്ഞത്, അതായത് അത്തരം പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിച്ചത് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ള